ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മോട് സംസാരിപ്പാൻ കഴിയാതെ വണ്ണം യേശു തിരക്കുള്ളവനല്ല. യെറിഹോവിൻ്റെ അതിർത്തിയിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് ബെർത്തുൽമായിയോട് സംസാരിപ്പാൻ സമയം കണ്ടെത്തി. നയിൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണീരിൻ്റെ മുൻപിൽ നിന്ന് അവളെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് മറന്നില്ല. വഴിവെക്കിൽ വെച്ച് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാൻ ഒരുങ്ങിയ സ്ത്രീയെ ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ അയക്കുവാൻ യേശുവിന് കഴിഞ്ഞു. ഒരു പാപിയെയും മറികടന്ന് യേശു പോകുന്നില്ല. ശമരിയ പട്ടണത്തിൽ പാപിയെന്ന് എല്ലാവരും മുദ്രയടിച്ച സ്ത്രീയെ ആ പട്ടണത്തിൻ്റെ സുവിശേഷയാക്കി തീർത്തു. ജനങ്ങൾ അവൾക്ക് നൽകിയ മേൽവിലാസം കർത്താവ് തിരുത്തി എഴുതി. അവൾ പട്ടണത്തിൽ യേശുവിൻ്റെ സാക്ഷിയായി തീർന്നു. അവൾ മൂലം ആ പട്ടണം മുഴുവൻ യേശുവിനെ സ്വീകരിക്കുന്നതിന് ഇടയായി. റോമാ ഗവൺമെൻറ് ഏറ്റവും നീചനായ മനുഷ്യനെന്ന് മുദ്രയടിച്ച് മരണശിക്ഷ വിധിച്ച മനുഷ്യനെ കർത്താവ് പറുദീസയുടെ അവകാശിയാക്കി തീർത്തു. ന്യായപീഠം അവന് മരണശിക്ഷ വിധിച്ചപ്പോൾ സർവ്വലോകത്തിൻ്റെയും ന്യായാധിപതി അവന് നിത്യജീവൻ വാഗ്ദാനം ചെയ്തു. ഈ വലിയ സത്യം ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. അവൻ തനിക്കു തന്നെ നാശം ചിന്തിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പിതാവ് അവനെ അഗാധമായി സ്നേഹിക്കുന്നു, മകനായി അംഗീകരിക്കുന്നു, ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് ഈ വ്യക്തിയെ കൈക്കൊള്ളുന്നത് കൊലപാതകനായിട്ടല്ല, ദൈവത്തിൻ്റെ പൈതലായി തന്നെയാണ്. ഇനിമേൽ ഞാൻ പാപിയല്ല, പരിശുദ്ധനാണ്. അനുതപിക്കുന്നവരെ സ്വീകരിക്കുന്നതിന് ദൈവത്തിന് സ്ഥലകാല പരിമിതികളില്ല. ദേവാലയത്തിൽ ആരാധിക്കുമ്പോഴും അത്തിയുടെ മുകളിൽ ഇരിക്കുമ്പോഴും പരീശൻ്റെ വീട്ടിൽ വിരുന്നിന് വരുമ്പോഴും യേശു അനുതപിക്കുന്നവരെ കൈക്കൊള്ളുന്നു. ഒരു പാപിയും ദൈവത്തിന് പൊറുക്കുവാൻ ബലഹീനമല്ല. ഒരു വ്യക്തി പോലും യേശുവിന് സ്നേഹിക്കാൻ കഴിയാത്ത വിധം നീചനുമല്ല. ചിന്തിക്കുക, ഇപ്പോഴാകുന്നു സുപ്രധാന കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിനക്ക് യേശുവിങ്കലേക്ക് വരാമോ? സങ്കീർത്തനം 62:1. എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്